എനിക്ക് പോലെ കേട്ടോ, പോലെ കല്യാണം കഴിയാത്ത ചെറുപ്പക്കാർക്കും പ്രധാനമായിട്ടുള്ള വീഡിയോ ആണ്. അവിടുത്തെ കുറേ മെസ്സേജുകൾ വരുന്നുണ്ട്. ഉസ്താദെ, ഞാനൊരു റിലേഷൻഷിപ്പിലാണ്, അപ്പോൾ ഞങ്ങൾക്ക് ഒന്നിക്കാൻ അള്ളാഹ് അടുത്ത് ദുആ ചെയ്താൽ അള്ളാഹ് സ്വീകരിക്കുമോ എന്നുള്ള കാര്യം. അവിടെ ഫസ്റ്റ് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കൊരാളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നമുക്കൊരു സ്ത്രീയെ നമുക്കൊരു യുവതി ഒരു യുവാവിനെ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവർക്ക് പോയിട്ട് പറഞ്ഞ് ഒരു ഹറാമായ റിലേഷൻഷിപ്പിലേക്ക് പോകുകയല്ല. ചാറ്റ് ചെയ്യുക, നേരിട്ട് കാണുക, സംസാരിക്കുക, പോയിട്ട് ഹറാമായ റിലേഷൻഷിപ്പിലേക്ക് പോകുകയല്ല വേണ്ടത്. നമുക്കൊരു കുട്ടിയെ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ഫസ്റ്റ് ആർത്ത് പറയണം, അള്ളാഹ് അടുത്ത് പോയിട്ട് ഇസ്തിഖാറത്ത് നമസ്കരിക്കണം. ആ ഇഷ്ടപ്പെട്ട ദിവസം മുതലേ നമ്മൾ ഇസ്തിഖാറത്ത് നിസ്കരിച്ചു തുടങ്ങണം. എന്നിട്ട് ഇസ്തിഖാറത്ത് നിസ്കരിച്ചിട്ട് ഒരു ഹറാമായ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ പാടില്ല കേട്ടോ. എന്നിട്ട് ഇസ്തിഖാറത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹ് അടുത്ത് പറയണം, അള്ളാഹുവേ, ഈ കുട്ടി എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദീനിന് വേണ്ടി എനിക്ക് ഹൈറാണെങ്കിൽ, എൻ്റെ ദീനിന് ഹൈറായ ആളാണെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് നീ കൊണ്ടുവരണേ. ഇനി എൻ്റെ ജീവിതത്തിൽ ഷെറാണെങ്കിൽ, എൻ്റെ ജീവിതത്തിലേക്ക് ഈ കുട്ടി വരുന്നത് എൻ്റെ ദീനിനെ ബാധിക്കും, ബാക്കിയുള്ള കാര്യങ്ങളിലെ ഷെറാണെങ്കിൽ എൻ്റെ മനസ്സിൽ നിന്നും തട്ടി മാറ്റണേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ദുആ ചെയ്യണം. അത് ഹൈറാണെങ്കിൽ ഉറപ്പായിട്ടും കൊണ്ടുവരും. ഇനി തട്ടി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ വലിയൊരു ഹൈറുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായിട്ടുണ്ടോ? അതുകൊണ്ട് ഇത് നിങ്ങൾ എല്ലാവരിലേക്ക്, ഇത് മാക്സിമം എല്ലാവരും അറിയേണ്ട ഒരു സാധനമാണ്. കുറേ പേർക്കുള്ള സംശയമാണ്. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക ഇൻഷാ അല്ലാഹ്. ഇനി ഇസ്തിഖാറത്ത് എങ്ങനെ നമസ്കരിക്കണം, ഇസ്തിഖാറത്ത് ചെയ്യേണ്ട ദുആ എങ്ങനെയാണെന്നുള്ള കാര്യം അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് അറിയിച്ചു തരാം.